ഓരോരുത്തരുടെ മേലും അയച്ചുകൊണ്ടേ ഇരിക്കും. ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ നമുക്കിപ്പോൾ സമ്പൂർണമായി സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ യേശുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കാം. യേശുവിനോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെ നമുക്കിപ്പോൾ പറയാം. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നതായ കർത്താവ് ആ വിടുതലിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ തരുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായിരിക്കുന്ന ക്രിസ്തുവിന്റെ നാമം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. സർവശക്തനായിരിക്കുന്ന യേശുവിന്റെ നാമം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോൾ വെളിപ്പെടുമാറാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിന്റെ കൃപ, സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിന്റെ കൃപ ഇപ്പോൾ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. ആ യേശുവിനോടുകൂടെ നമ്മുടെ ആവശ്യം നമുക്ക് ഇപ്പോൾ പറയാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ ഓരോരുത്തരുടെ മേലും ഇപ്പോൾ വെളിപ്പെടുവാൻ പോകും. ഹല്ലേലൂയ. സ്വർഗത്തിലേക്കൊന്ന് നോക്കുക. യേശു കർത്താവ് മേഘാരൂഢനായി വരുന്നു. യേശു കർത്താവ് നമ്മുടെ അടുക്കലേക്ക് ഇതാ വരുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആ കൃപ, ആ കൃപ, സ്വർഗീയമാകുന്ന ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിന്റെ ശക്തി ഇപ്പോൾ നമ്മുടെ ആരാധനയുടെ മേൽ വെളിപ്പെടുന്നു. ആമേൻ, ആമേൻ. ആ സ്വർഗത്തേക്കൊന്ന് നോക്കിയാട്ടെ. കർത്താവിനെ ഈ ആരാധനയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. യേശുവേ, നീ ഇപ്പോൾ വരേണമേ എന്ന് പറഞ്ഞാട്ടെ. യേശുവേ, നീ ഇപ്പോൾ വരേണമേ. യേശുവേ, നീ ഇപ്പോൾ വരേണമേ. യേശുവേ, നീ ഇപ്പോൾ വരേണമേ. ഹല്ലേലൂയ. നമ്മൾ ക്ഷണിക്കപ്പെട്ടപ്പോൾ ആ പരിശുദ്ധനായിരിക്കുന്ന ക്രിസ്തു ഈ ആരാധനയുടെ നടുവിൽ ഇതാ കടന്നു വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. നമുക്ക് പറയാം, യേശുവേ, എന്റെ ശരീരത്തെ നീ തൊടണമേ. ഹല്ലേലൂയ. യേശുവേ, എന്റെ ശരീരത്തെ നീ തൊടണമേ. യേശുവേ, എന്റെ ശരീരത്തെ നീ തൊടണമേ. ഹല്ലേലൂയ. യേശു എന്റെ ശരീരത്തെ തൊടുമ്പോൾ എന്റെ ശരീരത്തിൽ ഇരിക്കുന്ന സകല അശുദ്ധികളും രോഗങ്ങളും മാറിപ്പോകുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശു എന്റെ ഭവനത്തിൽ വരുന്നു. എന്റെ ഭവനത്തിൽ ഓരോ മക്കളെയും തൊടുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. ആമേൻ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകി പോയിട്ടില്ല. യേശു രക്ഷകനായി ഇതാ നമ്മുടെ നടുവിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു. യേശു രക്ഷകനായി ഇതാ നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആമേൻ. ഈ ഗാനം പാടുന്ന സമയം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തിനകത്ത് പ്രവേശിക്കപ്പെട്ട എല്ലാ ദോഷങ്ങളെയും മാറ്റുവാൻ പോകുന്നു. ഒരു സ്വർഗീയ അനുഭവം നമ്മുടെ ശരീരത്തിന്റെ മേലിത കടന്നു വരുവാൻ പോകുന്നു. ആമേൻ. ആ ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കാം. ആമേൻ. യേശു രക്ഷകനായിതാ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.
Holy Spirit, the Holy Spirit, the name of Jesus. യേശുവിന്റെ നാമത്തിൽ കൃപയുടെ ശക്തി വ്യാപരിച്ചുകൊണ്ടേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിലെ നമ്മുടെ ആകൃതിയുടെ ശക്തി നിറയപ്പെടുന്നു. The Holy Spirit, the Holy Spirit, the name of Jesus. യേശു കഥാവാ കൃപയുടെ ശക്തി മേലിൽ അയക്കപ്പെടുന്നു. ദോഷങ്ങൾ പ്രവർത്തിച്ചു ഞാൻ ദോഷമായി നിരൂപിച്ചു. ദോഷങ്ങൾ പ്രവർത്തിച്ചു എങ്കിലും കനിഞ്ഞു നീ എങ്കിലും ക്ഷമിച്ചു നീ. യേശുവിന്റെ നാമത്തിൽ കനിഞ്ഞു നീ എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴും ഞാൻ. യേശുവിന്റെ നാമത്തിലെ ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം നമ്മുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നു. ഈ സ്ഥലം മുഴുവനും ആ സ്വർഗീയ ശക്തി നിറയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. സ്വർഗസന്നിധിയിൽ നിന്നും അഭിഷേകത്തിന്റെ ശക്തി ഈ സ്ഥലം മുഴുവനും വ്യാപരിക്കപ്പെട്ട ആ ശക്തി ജീവിതത്തിലെ അശുദ്ധികളെ എല്ലാം മാറ്റി ശക്തി വിടുതലായി അയക്കുന്നു. കാഴ്ചതിൽ സൽഫലം എങ്കിലും ഈ കൊമ്പിനെ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ആവശ്യങ്ങളെ ആ കർത്താവിനോടുകൂടെ നമുക്കിപ്പോൾ പറയാം. നമ്മുടെ ആവശ്യങ്ങൾ
നമ്മെ മാനസികമായി വേദനിപ്പിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ കർത്താവിനോട് കൂടെ നമുക്ക് പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി സകലരുടെ മേലും ഇതാ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ സകലരുടെ മേലും അഗ്നിയായി വ്യാപരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ രണ്ട് കരങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ രണ്ട് കരങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ആമേൻ. നമ്മുടെ രണ്ട് കരങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പറയുക, യേശുവേ എന്റെ മേൽ നീ വരേണമേ. പറഞ്ഞാട്ടെ, യേശുവേ എന്റെ മേൽ നീ വരേണമേ. യേശുവേ എന്റെ മേൽ നീ വരേണമേ. പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തില്, യേശുവേ എന്റെ മേലിരിക്കുന്ന അകൃത്യങ്ങളെ നീ മാറ്റേണമേ. യേശുവേ എന്റെ ജീവിതത്തിലെ സകല ശാപങ്ങളെയും മാറ്റണമേ. യേശുവേ എന്റെ ജീവിതത്തിൽ ഉയർച്ചകൾക്ക് തടസ്സമായി നിൽക്കുന്ന ശാപത്തെ നീ മാറ്റണമേ. ഹല്ലേലൂയ. പിതാവേ, ഞാൻ സ്വർഗത്തേക്ക് എന്റെ കരങ്ങൾ ഇതാ ഉയർത്തിയിരിക്കുന്നു. അപ്പാ, രക്ഷ സ്വർഗത്തിൽ നിന്നും നീ എനിക്ക് ഇപ്പോൾ നീ അയക്കണമേ. കർത്താവിനോടുകൂടെ നമുക്ക് യാചിക്കാം. നമുക്ക് വിടുതൽ രക്ഷ യേശുവേ ഉള്ളൂ. ആ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവ് ആ ക്രൂശിൽ ഇരുന്നു കൊണ്ട് ഇതാ നമ്മെ നോക്കുന്നു. ആ ക്രൂശിൽ കിടക്കുന്നതായ കർത്താവിനെ ഒന്ന് നമുക്ക് ദർശിക്കാം. നമ്മുടെ രണ്ട് കരങ്ങൾ നീട്ടി കർത്താവിനെ സ്വീകരിക്കാം. യേശുവേ എന്റെ ജീവിതത്തിൽ നീ വരേണമേ. യേശുവേ നീ ഇപ്പോൾ കടന്നു വരേണമേ. യേശുവേ നീ ഇപ്പോൾ കടന്നു വരേണമേ. എന്റെ കുടുംബ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ശാപത്തിന്റെ മേൽ ഇപ്പോൾ വിടുതലായി കടന്നു വരേണമേ. രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ യേശുവിനോട് കൂടെ ചോദിക്കുക, യേശുവേ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ വന്ന എന്റെ എല്ലാ രോഗങ്ങളെ നീ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ രോഗത്തിന്റെ നടുവിലാക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെ രോഗാവസ്ഥയിലാക്കിയിരിക്കുന്നു. കർത്താവിനോട് കൂടെ പറഞ്ഞാട്ടോ, യേശുവേ ഞാനിതാ എന്റെ രോഗങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവേ എന്റെ രോഗത്തിന്റെ മേൽ നീ ഇപ്പോൾ വരണമേ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ കുറുകിപ്പോയിട്ടില്ല അപ്പാ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. ആമേൻ. ശ്രീ യേശുനാമം അതിശയനാമം. ഈ ഗാനം പാടുന്ന സമയത്തില് വലിയൊരു വിടുതൽ, ആമേൻ, നമ്മൾ ചോദിച്ചതിന്റെ മേൽ വലിയൊരു വിടുതൽ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളുടെ മേൽ നടക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. രോഗങ്ങൾ മാറ്റുന്ന കർത്താവിന്റെ എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്ങാലും
നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപരിക്കപ്പെടും അശുദ്ധിയുടെ ആത്മാക്കൾ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളങ്ങളെ അശുദ്ധിപ്പെടുത്തിക്കൊണ്ടിരുന്ന ശാപത്തിന്റെ ബന്ധനങ്ങൾ ഇതാ പുറത്തു വരട്ടെ. നശ്രേനാകുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ, അവന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഇതാ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിന്റെ കെട്ട ഇതാ ഇപ്പോൾ നമ്മുടെ ശരീരം വിട്ട് അഴിഞ്ഞു മാറട്ടെ. ഓ, നമ്മുടെ ശരീരത്തിൽ നിന്ന് അശുദ്ധാത്മാവിന്റെ ശക്തികൾ ഇപ്പോൾ പുറത്തു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല ശാപത്തിന്റെ ശക്തികളും ഇപ്പോൾ പുറത്തു വരട്ടെ. Hallelujah. The Holy Spirit, the Holy Spirit, the Holy Spirit, the Holy Spirit. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അഭിഷേകം ഇതാ ഇറങ്ങപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന്റെ മേൽ യേശു കർത്താവിന്റെ കരങ്ങളെ വായിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ മേൽ യേശു കർത്താവിന്റെ കരം വായിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പുതിയ ചൈതന്യം വ്യാപരിക്കപ്പെടുന്നു. യേശുവിന്റെ ചൈതന്യം ഇതാ നമ്മുടെ ശരീരത്തിന്റെ മേൽ ഇറങ്ങപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ, ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ശാപത്തിന്റെ ദുരാത്മാവ് നശേനാകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരം വിട്ട് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ദുരാത്മാവിന്റെ ശക്തികൾ ഇതാ പുറത്തു വരുന്നു.
ആമേൻ. നിങ്ങളുടെ മേൽ രോഗങ്ങളായിരിക്കുന്നു ദുരാത്മാവിന്റെ ശക്തികൾ ഇതാ പുറത്തു വരുന്നു. യേശു 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 നമ്മുടെ ശരീരത്തിന്റെ മേൽ അവന്റെ ആത്മാവിനെ ഇതാ അയക്കുന്നു. യേശുവിന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിന്റെ മേൽ ഇതാ വ്യാപരിച്ചു തുടങ്ങുന്നു. നമ്മുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കപ്പെടുന്നതായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അശുദ്ധാത്മാവിന്റെ ശക്തികൾ ഇപ്പോൾ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ ഇരിക്കുന്ന ദുരാത്മാവിന്റെ ശക്തികൾ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു, പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പുറത്തു വാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അശുദ്ധാത്മാവിന്റെ ശക്തികൾ ആമേൻ പുറത്തു വരുന്നു. ഹല്ലേലൂയ. ഈ ഗാനം പാടുന്ന സമയം പരിശുദ്ധാത്മാവിന്റെ ശക്തി അഗ്നിയായി നമ്മുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കപ്പെട്ട ദുരാത്മാവിന്റെ ശക്തികൾ പുറത്തു വരുവാൻ പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മാവ് പുറത്തു വരുന്നു. ഹല്ലേലൂയ.
വിടുതലിന്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെ മേൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ശാപം അഴിഞ്ഞു മാറട്ടെ. നമ്മുടെ മക്കളുടെ മേൽ കടന്നു വരുന്ന രോഗത്തിന്റെ ആത്മാവ് ഇപ്പോൾ പുറത്തു വരുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ശാപം ഇതാ നമ്മുടെ കുടുംബം വിട്ട് അഴിയുവാൻ പോകുന്നു. നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആമേൻ. നമ്മുടെ കുടുംബത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ മുദ്രയിടട്ടെ. നമ്മുടെ മക്കളെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ മുദ്രയിടട്ടെ. The Holy Spirit, the Holy Spirit ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ആമേൻ മാറില്ല എന്ന് പറഞ്ഞ ഇരിക്കുന്നതായ ദുരാത്മാവിന്റെ ശക്തിയുടെ മേൽ കർത്താവിന്റെ അധികാരമുള്ള കരം ഇതാ ഇറങ്ങുന്നു. യേശുവിന്റെ അധികാരമുള്ള കരം ഇതാ സകലരുടെ മേലും ഇറങ്ങുന്നു. ആത്മാവിന്റെ ശക്തിയുടെ മേൽ യേശുവിന്റെ അധികാരമുള്ള കരം ഇതാ ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മക്കളെ രോഗത്തിന്റെ നടുവിൽ കൊണ്ടിടുന്ന ശാപം ഇത് അഴിയുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മക്കൾക്ക് പുതിയ ജീവിതം ഉണ്ടാകുവാൻ പോകുന്നു. നമ്മുടെ കുടുംബ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ശാപത്തിന്റെ ശക്തി അഴിയട്ടാം. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ശാപത്തിന്റെ ശക്തി അഴിയട്ടാം. ദുരാത്മാവിന്റെ ബന്ധനങ്ങൾ ഇപ്പോൾ പുറത്തു വരട്ടെ. Hallelujah. Hallelujah.
പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ ഇതാ തന്നിരിക്കുന്നു. രോഗങ്ങൾ, നിങ്ങളുടെ മേലിരുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇതാ മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലിരുന്ന ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇതാ മാറിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾക്ക് തടസ്സമായി നിന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിയിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ മക്കളുടെ അപേക്ഷകളും യാചനകളും കേട്ട നീ ഇവരെ വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വകലർക്കും ഇരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടും ഇല്ല. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പലവിധമാകുന്ന വഴികളും അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമ്മുടെ മുൻപിൽ വരേണ്ടിരുന്ന നന്മകൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ രക്ഷ മുൻപിലുണ്ട്, എന്റെ ജീവിതത്തിൽ അനുഗ്രഹം എന്റെ മുൻപിൽ ഇതാ ഉണ്ട്. പക്ഷേ ഈ അനുഗ്രഹത്തെ എനിക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നില്ല. ആമേൻ. ഞാൻ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ വേണ്ടി ആ അനുഗ്രഹത്തിന്റെ അടുക്കലേക്ക് എത്തിപ്പെടുന്ന സമയം അത് എന്റെ മുൻപിൽ നിന്ന് ഇതാ മാറിപ്പോകുന്നു ദൂരത്തേക്ക്. ഞാൻ ദൈവത്തോടുകൂടെ, യേശുവിനോടുകൂടെ ഞാൻ നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ യേശുവിനോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ യേശുവിനോടുകൂടെ അനുനിമിഷവും എന്റെ ജീവിതത്തിലെ ആവശ്യങ്ങളെ ഓർത്ത് കണ്ണുനീരോടുകൂടെ ഞാൻ നിലവിളിക്കപ്പെടുമ്പോൾ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. യേശുവിൽ നിന്ന് എനിക്ക് രക്ഷയുണ്ട്, യേശുവിൽ നിന്ന് എനിക്ക് വിടുതലുണ്ട്, യേശുവിൽ നിന്ന് എനിക്ക് നന്മയുണ്ട്, യേശുവിൽ നിന്ന് എനിക്ക് ഉയർച്ചയുണ്ട്, യേശുവിൽ നിന്ന് സകല സമാധാനവും എന്റെ ജീവിതത്തിൽ വരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ദൈവത്തോടുകൂടെ അടുക്കും തോറും, യേശുവിനോടുകൂടെ അടുക്കും തോറും എന്റെ ജീവിതത്തിൽ നിരാശയാണ് വന്നുകൊണ്ട് ഇരിക്കുന്നത്. ആമേൻ. എന്റെ ജീവിതത്തിലെ നിലവിളിയുടെ ശബ്ദം കേൾക്കാതെ അവന്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല. ആമേൻ. പക്ഷെ നമ്മുടെ ജീവിതത്തില് അനുഗ്രഹം കടന്നു വരാത്തതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നിലവിളിക്കുന്നവരാണ്, പക്ഷെ അനുഗ്രഹങ്ങൾ എന്റെ മുൻപിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ചിലതെല്ലാം ഞാൻ മാറ്റിക്കളയേണ്ടതായിട്ടുണ്ട്. ആമേൻ. ആ 2-ാം ഭാഗത്തിൽ ആമേൻ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് ആമേൻ മറയ്ക്കുമാറാക്കിയത്. ഹല്ലേലൂയ. ആ ഭാഗത്തിൽ വീണ്ടും ഒന്ന് ഇങ്ങനെ ഭംഗിയായി പറയുന്നുണ്ട്: നിങ്ങളുടെ ദൈവത്തെ. ആമേൻ. യഹോവയാകുന്ന ദൈവം എന്റെ ദൈവമാണ്. ആ ദൈവത്തോടുകൂടെ ഞാൻ നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എന്റെ അകൃത്യം നിമിത്തം അത്രേ നമ്മുടെ ദൈവത്തിൽ നിന്ന്, നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് വിടുതൽ സ്വീകരിച്ചെടുക്കുവാൻ എനിക്ക് കഴിയാതിരിക്കുന്നതാണ് അവിടെ പറയുന്നത്. 2-ാം ഭാഗം: നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ആമേൻ. ഭിന്നിപ്പിച്ചിരിക്കുന്നു, മാറ്റി നിർത്തിയിരിക്കുന്നു.
യഹോവയാകുന്ന ദൈവം എന്നെ അനുഗ്രഹിക്കുവാൻ എന്റെ അടുക്കൽ തന്നെ ഉണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിലെ ചില വ്യവസ്ഥകളെ ഞാൻ മാറ്റേണ്ടതായിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ചില വ്യവസ്ഥകളെ ഞാൻ മാറ്റിക്കളയുമ്പോൾ എന്റെ ഇടയിൽ നിൽക്കുന്നതായ ഭിന്നത, ഞാനും യഹോവയാകുന്ന ദൈവവും തമ്മിലുള്ളതായ അടുപ്പത്തിന് ആമേൻ വ്യതിചലനം ഉണ്ടാക്കുന്നതായ ചില ഭിന്നതകൾ എന്റെ ഇടയിലുണ്ട്, അകൃത്യങ്ങൾ. അത് ഞാൻ മാറ്റിക്കളയുമ്പോഴത്തേക്കും ഞാനും എന്റെ യഹോവയും തമ്മിൽ അടുക്കലായി കഴിഞ്ഞു. നമ്മുടെ വീടും നമ്മുടെ അടുക്കൽ ഒരു മതിലിരിക്കുന്നു എന്ന് വയ്ക്കട്ടെ. ആമേൻ. ഈ മതിൽ ചാടി വേണം നമുക്ക് ചിലപ്പോഴപ്പോൾ കടന്നു പോകാൻ, വളരെ പ്രയാസമാണ്. പക്ഷെ നമ്മുടെ മുൻപിൽ ആ മതിലില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വളരെയധികം സുഗമമായിട്ട് വഴിയെ നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. അപ്പോൾ ഈ അകൃത്യം അല്ലെങ്കിൽ ഭിന്നതയുണ്ടാക്കുന്ന ഈ മതിൽ എന്റെ ഇടയിൽ നിന്ന് മാറിക്കളയുമ്പോൾ ആമേൻ, എന്റെ ഇടയിൽ ഇരുന്ന് ഞാനും പിതാവും തമ്മിലുള്ളതായ അകലം മാറ്റപ്പെട്ടു. എന്റെ പിതാവ് എന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ആ വഴിയിലൂടെ ഞാൻ സുരക്ഷിതമായി ഇതാ മുൻപോട്ട് പോകുന്നു. അപ്പോൾ കർത്താവിന്റെ മുഖപ്രകാശ രക്ഷ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും ദൈവവും തമ്മിൽ ഒരു ഭിന്നത ഇപ്പോഴുണ്ട്. ആമേൻ. ദൈവത്തെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ദൈവത്തെ ഇഷ്ടമാണ്. കാരണം ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നത് തന്നെ ആ കർത്താവിനെ വിടുവിക്കുമെന്ന് രക്ഷിക്കുമെന്ന ഒറ്റ വിശ്വാസത്തിലാണ്. പക്ഷെ ചില ഭിന്നതകൾ നമ്മളിപ്പോൾ മാറ്റിക്കളയുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ആമേൻ, എന്റെ ദൈവം എന്റെ അകൃത്യങ്ങളെല്ലാം മാറ്റിവെച്ച എന്നെ ഇതാ ശക്തീകരിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ ഇതാ ശക്തീകരിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട് ആമേൻ, നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ട് മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരം ഭോഷ്ക് സംസാരിക്കുന്നു. ഞാനും ദൈവവും തമ്മിലുള്ള അകൽച്ചയുണ്ടാകുവാനായിട്ടുള്ള കാരണം നമ്മൾ കള്ളം സംസാരിക്കുന്നു. കള്ളം പറയുന്നവർ എത്ര പേരുണ്ട്? നിസ്സാര കാര്യത്തിന് വരെ നമ്മൾ കള്ളം പറയും. പിതാവിന് ഇഷ്ടമല്ല, ഞാൻ പിതാവിൽ നിന്നും അകറ്റപ്പെടുവാൻ തക്കവണ്ണം കാരണം ഒന്ന്, ഞാൻ ഫോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേടിനെ ആമേൻ ജപിക്കുന്നു. നീതികേട്, അനീതികളെ മാത്രമേ സംസാരിക്കത്തുള്ളൂ. എന്റെ വായിൽ നിന്ന് ശാപങ്ങൾ മാത്രമേ വരത്തുള്ളൂ. എന്റെ വായിൽ നിന്ന് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ എന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നുള്ളൂ. ഹല്ലേലൂയ. അനീതികൾ സംസാരിക്കപ്പെടുന്നതായ എന്റെ നാവിനെ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ, ഹല്ലേലൂയ, എന്റെ അകൃത്യം എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ വിശുദ്ധിയുടെ ദൈവം എന്നെ ശക്തീകരിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഫോഷ്ക് എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഫോഷ്ക് എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. അകൃത്യങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. രക്ഷയും സമാധാനവും എന്റെ ജീവിതത്തിൽ ഇതാ കടന്നു വരുന്നു. ആമേൻ. ഒരുത്തനും നീതിയോട് വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോട് പ്രവർത്തിക്കുന്നില്ല. ആമേൻ. അവർ ജഡത്തിൽ ആശ്രയിക്കുന്നു, ഫോഷ്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ വായിലെ വാക്കുകളെ ഞാൻ ശരിയാക്കിയാൽ മതി, എന്റെ ജീവിതത്തിൽ ഞാൻ നന്മകൾ കൊണ്ട് നിറയും. കള്ളം പറയുന്നത്, ഫോഷ്ക് പറയുന്നത് നിർത്തിക്കളയുക. മറ്റുള്ളവനെ ശപിക്കുന്നത്, നാവ് കൊണ്ട് വളച്ചൊടിച്ച് ഓരോരുത്തരും വേദനയുണ്ടാക്കുന്ന രീതിയിലുള്ള നിന്റെ സംസാരങ്ങളും പ്രവൃത്തികളെയും ഞാൻ മാറ്റിക്കളയുക. അപ്പോൾ നീതിമാനായിരിക്കുന്ന കർത്താവ് അവന്റെ നീതിയുടെ ശക്തിയാൽ എന്റെ ശരീരത്തെയും എന്റെ നാവിനെയും ആമേൻ വിശുദ്ധീകരിച്ച സകല അകൃത്യങ്ങളെയും മാറ്റി പരിശുദ്ധാത്മാവെന്ന ശക്തിയെ എന്റെ മേൽ അയച്ചിരിക്കുന്നു. അവർ ജഡത്തിൽ ആശ്രയിക്കുന്നു. ജഡം ആര്? മനുഷ്യനിൽ ആശ്രയിക്കുന്നു. ആമേൻ. മനുഷ്യൻ സഹായിക്കുമെന്ന് പറഞ്ഞാണ് ഇന്ന് ഓരോരുത്തരും മുൻപോട്ട് നടക്കുന്നത്. ഒരു മനുഷ്യനും നമ്മെ സഹായിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവാശ്രയമുള്ളതായ വ്യക്തികൾക്ക് മനുഷ്യരിലൂടെ നന്മകൾ ലഭിക്കപ്പെടും.
ആമേൻ. നമ്മുടെ ജീവിതം സന്തോഷപൂർണമായി തീരുവാൻ, അതാണ് ആ ഭാഗത്തിൽ പറയുന്നത്. ഫോഷ്ക്ക് സംസാരിക്കുന്നു, അവർ കഷ്ടത ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഞാൻ എന്റെ മനസ്സിന്റെ നിരൂപണത്തിലൂടെ ആമേൻ ഫോഷ്ക്കും ദോഷവും പ്രവർത്തിച്ചിട്ട് എന്റെ ജീവിതത്തിൽ നിന്നും അശുദ്ധികൾ മാത്രം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ഉള്ളിൽ ആമേൻ, അവരുടെ അടുക്കൽ അണലിമുട്ടയുണ്ട്. ആമേൻ. ചിലന്തി വല നെയ്യുന്നത് പോലെ ഒരു മനുഷ്യൻ രക്ഷപ്പെടാതിരിക്കുവാൻ വേണ്ടി നെയ്തു വച്ചിരിക്കുകയാണ്. ഇവൻ രക്ഷപ്പെടരുത്. ഹല്ലേലൂയ. അവൻ രക്ഷപ്പെടരുത്. അവന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴാണ് അണലിമുട്ട വിരിയുന്നതെന്നും അത് പുറത്തു വന്ന് ആമേൻ തന്നെയും മറ്റുള്ളവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള വിഷത്തെയാണ് അവന്റെ അടുക്കൽ വച്ചിരിക്കുന്നതെന്ന് പോലും അവൻ അറിയുന്നില്ല. ചിലന്തി വല നെയ്തു വച്ചു. ആ ചിലന്തി വലയിൽ ആമേൻ ചിലന്തി തന്നെ പെട്ടുപോകുന്നത് പോലെ അവൻ നെയ്യപ്പെട്ടതായ ആമേൻ ഓരോ ദോഷങ്ങളിലും അവൻ തന്നെ അകപ്പെട്ട നശിച്ചു പോകുവാനിടയായി തീരും. ഇന്ന് നാം ഓരോരുത്തരും നമ്മൾ ചിന്തകളും പ്രവർത്തികളിലുമൂടെ അത്രേ നമ്മൾ ഇന്ന് നശിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ചിന്തകളെയും പ്രവർത്തികളെയും ഒന്ന് മാറ്റുമ്പോൾ പരിശുദ്ധാത്മാവായിരിക്കുന്ന കർത്താവിന്റെ കൃപ നമുക്ക് ആമേൻ വിശുദ്ധമായി പ്രവേശിക്കുകയും അപ്പോൾ ഫോഷ്കിൽ ഞാൻ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ രക്ഷ എന്റെ ജീവിതത്തിൽ കടന്നു വരും. ആ രക്ഷ എനിക്ക് സമാധാനമായി അനുഗ്രഹമായി തീരും. ആ ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശുവിന്റെ നാമത്തില് ഞാനിതാ വിശുദ്ധീകരണം പ്രാപിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നമ്മളിതാ വിശുദ്ധീകരണം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തില് നമ്മളിതാ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ പോകുന്നു. പിതാവിനോട് പറയുക, പിതാവേ, നമ്മൾ തമ്മിലുള്ള അകൃത്യങ്ങൾ മാറുവാൻ ഞാൻ എൻ്റെ നാവിനെ ഇതാ ശരിയാക്കും. ഇനി ഞാൻ ആർക്കും ദോഷമായി സംസാരിക്കത്തില്ല, ദോഷമായി പ്രവർത്തിക്കത്തില്ല, ഞാൻ ആരോട് ദേഷ്യപ്പെടത്തില്ല. എൻ്റെ നാവ് ഞാൻ നല്ലതിന് മാത്രമേ അവൻ ഉപയോഗിക്കത്തുള്ളൂ. കർത്താവിനോട് പറഞ്ഞാട്ടെ. ഈ അകൃത്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുമ്പോൾ നന്മ എൻ്റെ ജീവിതത്തിൽ ഇതാ വരുവാൻ പോകുന്നു. ആമേൻ. നന്മ എൻ്റെ ജീവിതത്തിൽ വരുവാൻ പോകുന്നു. ഈ ഗാനം പാടുന്ന സമയം നമ്മൾ നാവ് കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ചെയ്തതായ അശുദ്ധികൾ മാറുവാൻ യേശുവിനോടുകൂടെ നമുക്ക് പറയാം. അപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന മതിൽ മാറിപ്പോകും. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയും. എൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിന്ന ദോഷങ്ങൾ മാറി ഇത് അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു യേശുവിന്റെ നാമത്തിലെ. നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറട്ടെ. സങ്കടങ്ങളെല്ലാം മാറട്ടെ. നമ്മുടെ സങ്കടങ്ങൾ മാറുക. കർത്താവിനോടുകൂടെ പറഞ്ഞാട്ടെ. അതിർത്തികളെല്ലാം മാറ്റിത്തരണം. യേശുവിന്റെ ദോഷങ്ങളെല്ലാം മാറ്റിത്തരണം. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. പരമോനുയായി അടിവേല, പരമോനുയായി അടിവേല, പരമസിയോനുരഞ്ജനല്ല, പരമസിയോനുരഞ്ജനല്ല. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ പിളർന്നു ഭാഗം പോർക്കുമവൻ,
സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ വരാന്തേശമേ, മനോഹരമായ വരാന്തേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കലാതീതം എനിക്കാനന്ദമേ, കലാതീതം എനിക്കാനന്ദമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും നിന്റെ സങ്കേതവും, എന്റെ ബലവും നിന്റെ സങ്കേതവും, എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. യേശുവിന്റെ നാമത്തില് ആമേൻ. നമ്മുടെ അശുദ്ധികളെല്ലാം ഇതാ മാറ്റപ്പെട്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ കർത്താവ് ഇതാ ഉയർച്ച തന്നു. ഉറച്ചു വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തില് എന്റെ കണ്ണുനീരുകളെല്ലാം ഇത് അഴിഞ്ഞു പോയിരിക്കുന്നു. യേശുവിന്റെ നാമത്തില് കർത്താവ് എനിക്ക് ഇതാ ഉയർച്ച തന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തില് അവൻ എനിക്ക് സകല നന്മകളും തന്നിരിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ മക്കൾ ഹൃദയം കൊണ്ട് ചോദിച്ച സകല വിഷയത്തിന്റെ മേലും എന്റെ വിടുതൽ നീ നൽകിയതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സകലർക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു പാട്ട് പാടും. അപ്പോൾ സ്തോത്രക്കാരെ ശ്വസിപ്പിക്കും. രക്ഷകനേശു
യേശുവേ